KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ വെണ്ണക്കോട്. പ്രധാന വാർത്തകൾ. വിശ്വാസികൾ ബദർ സ്മരണയിൽ. കോഴിക്കോട് മർക്കസി മസ്ജിദിൽ ബദർ അനുസ്മരണം ഇന്ന്. സമസ്ത സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസ പൊതുപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിജയം 95.25%. തടവറയിൽ നിന്ന് കുടുംബത്തിന്റെ സ്നേഹത്തണലിലേക്ക്. ഷമീർ അലിക്ക് ഇനി കാന്തപുരം ഉസ്താദിനെ കണ്ട് നന്ദി പറയണം. മർക്കസ് നോളജ് സിറ്റി പാർപ്പിട പദ്ധതിക്കെതിരെ സ്റ്റേ ആവശ്യം ഹരിത ട്രിബ്യൂണൽ തള്ളി. നായക്ക് ആധാർ കാർഡ്. സൂപ്പർവൈസറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറിയ പെരുന്നാൾ ഒരുക്കം. വസ്ത്രവിപണി സജീവമായി. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 20% +1 സീറ്റ് വർദ്ധിപ്പിക്കുന്നു. പരമാവധി 61,110 സീറ്റാണ് കൂട്ടുന്നത്. പശുക്കളെ കൊല്ലുന്നത് ഹിന്ദു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിന് തുല്യം. RSS. പാഠപുസ്തക വിതരണം വീണ്ടും വൈകും. അച്ചടി ആഗസ്റ്റിൽ പൂർത്തിയാകും. KBPS. വാർത്തകൾ വിശദമായി. പാഠപുസ്തക വിതരണം വീണ്ടും വൈകും. ജൂലൈ 20-ന് അച്ചടി തീരില്ലെന്നും ഓഗസ്റ്റ് ആദ്യത്തോടെ മാത്രമേ അച്ചടി പൂർത്തിയാവൂ എന്നും KBPS MD രാജമാണിക്യം അറിയിച്ചു. അച്ചടിക്കുള്ള ഓർഡർ കിട്ടിയത് 10 ദിവസം മുമ്പാണ്. അച്ചടി വൈകിയതിൽ KPBSന്റെ വീഴ്ചയല്ല. ഓർഡർ ലഭിച്ച മുറയ്ക്ക് അച്ചടി തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പശുക്കളെ കൊല്ലുകയോ കടത്തുകയോ ചെയ്യുന്നത് ഹിന്ദു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തുന്നതിനും ക്ഷേത്രം തകർക്കുന്നതിനും തുല്യമാണെന്ന് RSS. പശ്ചിമ ബംഗാളിലെ RSS നേതാവ് ജിഷ്ണു ബസുവാണ് വിവാദ പരാമർശം നടത്തിയത്. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പശുക്കളെ കടത്തുന്നത് സംബന്ധിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കാലികളെ കടത്തിക്കൊണ്ടുപോകുന്നത് തടയണമെന്ന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുവരെ 90,000 കന്നുകാലികളെയാണ് BSF അതിർത്തിയിൽ തടഞ്ഞത്. ഇന്ത്യക്കാരും ബംഗ്ലാദേശികരുമായ 400 പേരെയും അറസ്റ്റ് ചെയ്തു. ആധാർ കാർഡ് എല്ലാ ഇന്ത്യൻ പൌരന്മാർക്കും ആവശ്യമാണ്. എന്നാൽ നാം വളർത്തുന്ന നായക്ക് ആധാർ എടുത്താൽ അത് എങ്ങനെയായിരിക്കും? മധ്യപ്രദേശിലെ ബിന്ദ് ജില്ലയിൽ സ്വന്തം നായക്ക് ആധാർ സംഘടിപ്പിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് പിടിച്ചെടുത്ത കാർഡിൽ നായയുടെ ഫോട്ടോയാണുള്ളത്. പേര് ടോമി സിംഗ്. പിതാവിന്റെ പേര് ഷേരു സിംഗ്. ജനനതീയതി നവംബർ 26, 2009 എന്നിങ്ങനെയാണ് കാർഡുടമയെക്കുറിച്ചുള്ള വിവരം നൽകിയിരിക്കുന്നത്. ഉംറിയിലെ കീതി ഗ്രാമവാസികൾ നൽകിയ പരാതിയെ തുടർന്നാണ് ആസം ഖാൻ എന്ന ആധാർ സൂപ്പർവൈസറെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഗ്രാമവാസികൾക്ക് ആധാർ നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നുവെന്നും പക്ഷികൾക്കും മൃഗങ്ങൾക്കും കാർഡ് നൽകുന്നുണ്ട് എന്നുമായിരുന്നു പരാതി. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 20% +1 സീറ്റ് വർദ്ധിപ്പിക്കുന്നു. പരമാവധി 61,110 സീറ്റാണ് കൂട്ടുന്നത്. വിശദമായ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് +1 സീറ്റുകളുടെ ക്ഷാമം പരിഹരിക്കാൻ നിലവിലെ ഹയർ സെക്കൻഡറി ബാച്ചുകളിൽ 20% ആനുപാതിക സീറ്റ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. മന്ത്രി PK അബ്ദുറബ്ബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായിരിക്കും സീറ്റ് വർദ്ധിക്കുക. ഇതിന് ഓൺലൈൻ രീതിയിൽ അപേക്ഷ ക്ഷണിക്കും. അപേക്ഷിക്കുന്ന സ്കൂളുകളുടെ ആവശ്യകതയും അടിസ്ഥാന സൗകര്യവും പരിഗണിച്ചാവും വർധനവ് അനുവദിക്കുക. അൺഎയ്ഡഡ് സ്കൂളുകളിൽ സീറ്റ് വർധനയുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും. കഴിഞ്ഞ വർഷം അൺഎയ്ഡഡ് സ്കൂളുകളിൽ വർദ്ധിപ്പിച്ച സീറ്റുകൾ കൂട്ടത്തോടെ ഒഴിഞ്ഞുകിടന്ന സാഹചര്യത്തിലാണ് ഇത്. ലബ്ബ കമ്മീഷൻ ശുപാർശയുടെ വെളിച്ചത്തിൽ ഹയർ സെക്കൻഡറി ബാച്ചുകളിൽ കുട്ടികളുടെ എണ്ണം ഈ വർഷം മുതൽ 50 നിജപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഏകജാലക പ്രവേശനത്തിന് അപേക്ഷിച്ചവരിൽ 2,75,941 പേർ അലോട്ട്മെന്റ് ലഭിക്കാതെ പുറത്താവുകയായിരുന്നു. അപേക്ഷകരിൽ 53%-ലധികം വിദ്യാർത്ഥികൾക്കും സീറ്റില്ലാത്തത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് സീറ്റ് വർധന ആലോചിക്കാൻ മന്ത്രി ഉന്നതതല യോഗം വിളിച്ചത്. സീറ്റ് വർധനയോടെ ബാച്ചിൽ 50 വിദ്യാർത്ഥി എന്നത് 60 ആകും. സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 2,824 എയ്ഡഡ് മേഖലകളിൽ 3,287 ബാച്ചുകളാണ് നിലവിലുള്ളത്. വർധനവ് നടപ്പാക്കിയാൽ സർക്കാർ സ്കൂളുകളിൽ 28,240 എയ്ഡഡിൽ 32,870 സീറ്റുകളും ചേർത്ത് ആകെ 61,000
110 സീറ്റുകൾ വർദ്ധിക്കും. അപേക്ഷാ നടപടികളുടെ ഷെഡ്യൂൾ ഉടൻ പ്രസിദ്ധീകരിക്കും. KMIC ന്യൂസിനു വേണ്ടി കരീം എലംകുളം. മാതാപിതാക്കൾക്ക് അവർ ജീവിച്ചിരുന്നപ്പോൾ 24 മണിക്കൂർ വൈദ്യുതി പോലുള്ള സൌകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കാത്തതാണ് തന്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് മുൻ പ്രസിഡന്റും ഇന്ത്യയുടെ മിസൈൽ സാങ്കേതികവിദ്യയുടെ ആചാര്യനുമായ APJ അബ്ദുൽ കലാം. മാതാപിതാക്കളിൽ നിന്നാണ് താൻ അച്ചടക്കവും സത്യസന്ധതയും പഠിച്ചത്. അവർ നൽകിയ ഊർജ്ജമാണ് മുന്നോട്ട് നയിച്ചത്. എന്നാൽ അവർക്ക് മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചില്ല. അതിൽ ഏറെ ദുഃഖമുണ്ട്. ഇന്ന് 99-കാരനായ സഹോദരൻ APJM മരക്കാർക്ക് രാമേശ്വരത്തെ വീട്ടിൽ ഇടതടവില്ലാതെ വൈദ്യുതിയുണ്ട്. സാങ്കേതികവിദ്യയുടെ മുന്നേറ്റമാണ് അത്. അതിൽ താൻ ഇന്ന് ഏറെ സന്തോഷിക്കുന്നുവെന്നും കലാം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. റമളാൻ 2ാം പാദത്തിലേക്ക് കടന്നതോടെ പെരുന്നാൾ ആഘോഷങ്ങൾക്കായി വസ്ത്രവിപണി സജീവമായി. രാവിനെ പകലാക്കി നഗരങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ജനനിബിഡമായി തുടങ്ങി. പുതുപുത്തൻ വസ്ത്രങ്ങളണിഞ്ഞ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ വിശ്വാസികൾ ഒരുങ്ങവെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളും ഫാൻസി ഫുട്വെയർ കടകളും മുഖം മിനുക്കി ഉപഭോക്താക്കളെ സ്വീകരിക്കാൻ നേരത്തെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. പുതിയ ട്രെൻഡുകൾ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്താൻ വസ്ത്രാലയങ്ങളും റെഡിമെയ്ഡ് വസ്ത്രവിപണിയും മത്സരിക്കുകയാണ്. നോമ്പുനോറ്റ് ഷോപ്പിംഗിനെത്തുന്നവർക്ക് പ്രാർത്ഥനാ സൌകര്യം പല ഷോപ്പുകളിലും ഒരുക്കിയിട്ടുണ്ട്. ഇഫ്താറിന് മുമ്പ് ഷോപ്പിംഗ് നടത്തുന്നവരും രാത്രി നിസ്കാരത്തിന് ശേഷം പർച്ചേസിനെത്തുന്നവരുമുണ്ട്. പാതിരാ കച്ചവടത്തിന് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം നേരത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും. കച്ചവടം മുന്നിൽ കണ്ട് നിരവധി കടകൾ പെരുന്നാൾ അടുപ്പിച്ച് പുതുതായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആഭരണങ്ങളും വസ്ത്രങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കി തെരുവ് കച്ചവടക്കാരും സജീവമാണ്. മലബാർ മേഖലയിലെ മുഖ്യ വിപണി നഗരങ്ങളായ കോഴിക്കോട്, മലപ്പുറം, കോട്ടക്കൽ നഗരങ്ങൾ അലങ്കരിച്ച് ഉപഭോക്താക്കൾക്കായി വൻ വസ്ത്രശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. വസ്ത്രവൈവിധ്യം തന്നെയാണ് ഉപഭോക്താക്കളെ ഏറെ ആകർഷിക്കുന്നത്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. ഹ്രസ്വ സന്ദർശനാർത്ഥം UAE-യിലെത്തിയ ജമ്മു കാശ്മീർ ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രി സുൽഫിഖർ അലി ചൌധരി, MLA-യും വഖഫ് ബോർഡ് അംഗവുമായ സൈഫുദ്ദീൻ ഭട്ട്, ഭരണകക്ഷി നേതാക്കളായ ഡോക്ടർ ഷാഫി അഹമ്മദ് വാനി, നിസാമുദ്ദീൻ ഭട്ട് എന്നിവർക്ക് കാശ്മീർ യാസിൻ മിഷൻ ഡയറക്ടർ ഷൌക്കത്ത് നഈമി അൽ ബുഖാരിയുടെ നേതൃത്വത്തിൽ സ്ഥാപന ഭാരവാഹികളും പ്രവർത്തകരും ചേർന്ന് ദുബായ് എയർപോർട്ടിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. കാശ്മീരിലെ പൂഞ്ച്, ശ്രീനഗർ സ്ഥലങ്ങൾ കേന്ദ്രമാക്കി 20-ൽ പരം ബഹുമുഖ സ്ഥാപനങ്ങൾ നടത്തുന്ന സംഘടനയാണ് യാസിൻ മിഷൻ. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചൊല്ലുകയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധമേകും തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചൊല്ലുകയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധമേകും തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചൊല്ലുകയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധമേകും തൂലിക. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ.
മർക്കസ് നോളജ് സിറ്റി പാർപ്പിട സമുച്ചയങ്ങളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്ന ഹർജി ചെന്നൈ ഹരിത ട്രിബ്യൂണൽ തള്ളി. നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട പാർപ്പിട പദ്ധതികളുടെ നിർമ്മാണം നടന്നുവരുന്ന സ്ഥലം പരിസ്ഥിതി ദുർബല പ്രദേശത്തിൽ ഉൾപ്പെടുന്നതാണെന്ന് ആരോപിച്ച് വടകര സ്വദേശി കെ സവാദ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ചൊക്കലിംഗം അധ്യക്ഷനായ ബെഞ്ച് തള്ളിക്കളഞ്ഞത്. മർക്കസ് നോളജ് സിറ്റിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ഇതേ കക്ഷി ഹരിത ട്രിബ്യൂണലിൽ ഹർജി നൽകിയിരുന്നു. ഇത് സംബന്ധമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കും കാലിക്കറ്റ് ലാൻഡ്മാർക്കിനുമെതിരായി പുറപ്പെടുവിച്ചിരുന്ന ഇടക്കാല ഉത്തരവ് ഈയിടെയാണ് ഹരിത ട്രിബ്യൂണൽ നീക്കം ചെയ്തത്. വ്യക്തി താൽപര്യങ്ങൾക്കു വേണ്ടി പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിനെതിരെ വ്യാജ പരാതികൾ നൽകുന്നതിനെതിരെ ട്രിബ്യൂണൽ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചിരുന്നത്. നോളജ് സിറ്റി നിർമ്മാണം നടക്കുന്ന പ്രദേശം വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാക്കി മാറ്റി പ്രദേശത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഹർജിക്കാരൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. നോളജ് സിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെയുള്ള സ്റ്റേ നീങ്ങിയതോടെ നിരാശനായ ഹർജിക്കാരൻ നേരത്തെ ഉന്നയിച്ച അതേ ആരോപണങ്ങളുമായാണ് പാർപ്പിട പദ്ധതികൾക്കെതിരെയും രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ട്രിബ്യൂണലിൽ നിന്നും ഇടക്കാല സ്റ്റേ നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇതോടെ പരാജയപ്പെട്ടത്. അലിഗഡ് മുന്നേറ്റത്തിന് ശേഷം ഇന്ത്യൻ മുസ്ലിംകളുടെ മുൻകൈയിൽ നടക്കുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ സംരംഭമായ നോളജ് സിറ്റിക്കെതിരെ വ്യാജ പരാതിയുമായി കോടതിയെ സമീപിച്ചത് മുസ്ലിം സമുദായത്തിന് അകത്തും പുറത്തും കടുത്ത വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. സുന്നി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ശത്രുതയോടെ കാണുന്ന ഒരു മതസംഘടനയ്ക്കു വേണ്ടിയാണ് വടകരക്കാരനായ ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത് എന്നത് നേരത്തെ വാർത്തയായിരുന്നു. ദഅ്വ പ്രവർത്തനത്തിനൊരു കൈത്താങ്ങ് എന്ന പേരിൽ മദ്രസകളിൽ നിന്നും പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിൽ സമുദായ പുരോഗതിക്കെതിരെ ചെലവഴിക്കുന്നതിൽ സമുദായത്തിൽ കടുത്ത രോഷമുയർന്നിരുന്നു. ഇത്തരത്തിൽ സമുദായത്തിനകത്തുനിന്നും വ്യാപകമായി ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി പിൻവാങ്ങിയിരുന്ന പ്രസ്തുത മതസംഘടന വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിച്ച് നോളജ് സിറ്റിക്കെതിരെ വ്യവഹാരത്തിനിറങ്ങിയിരിക്കുകയാണ്. ഇതിനെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമുദായം ഗൌരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പേരിൽ നോളജ് സിറ്റിക്കെതിരെ കേസ് നൽകിയ ഹർജിക്കാരൻ ഇക്കാലയളവിൽ മറ്റേതെങ്കിലും പാരിസ്ഥിതിക പ്രവർത്തനത്തിലോ മുന്നേറ്റത്തിലോ പങ്കെടുത്തതായി നാട്ടുകാർക്കും അറിയില്ല. ഹർജിക്കാരൻ ജനറൽ സെക്രട്ടറിയായി ഹരിത ട്രിബ്യൂണലിൽ പരിചയപ്പെടുത്തിയിരുന്ന പരിസ്ഥിതി സംഘടന ഇതിനു മുമ്പ് അറിയപ്പെട്ടതല്ല. ഹർജിക്കാരന്റെ ഭാര്യപിതാവും തിരുക്കേശത്തിനെതിരെ നൽകിയ കേസിന്റെ സൂത്രധാരനുമായ പയ്യോളി സ്വദേശി നൂറുദ്ദീൻ മുസ്ലിയാരാണത്രേ ഈ സംഘടനയുടെ ചെയർമാൻ. ഹർജിക്കാരന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരാണ് അംഗങ്ങൾ എന്നും പറയപ്പെടുന്നു. അസഹിഷ്ണുത നിറഞ്ഞ ഒരു മതസംഘടനയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഇത്തരം വ്യാജബിംബങ്ങളെ അവജ്ഞതയോടെ ചവറ്റുകുട്ടയിൽ തള്ളിക്കളയണമെന്നാണ് സമുദായത്തിന്റെ പൊതു അഭിപ്രായം. വീണ്ടും ഒരു റമളാൻ 17 അചഞ്ചലമായ വിശ്വാസത്തിന്റെ കരുത്തിൽ ചരിത്രത്തെ വിസ്മയിപ്പിച്ച ബദ്ർ സമരത്തിന്റെ സ്മരണ ദിനം. നിർണായകവും ത്യാഗോജ്വലവുമായ ആ അതിജീവനത്തിന്റെ ധീരസ്മരണകൾ അലയടിക്കുകയാണ് വിശ്വാസി ഹൃദയങ്ങളിൽ. അനുസ്മരണ സംഗമങ്ങൾ, മൌലിദ് മജ്ലിസ്, അന്നദാനം, പ്രാർത്ഥനാ സദസ്സുകൾ തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ ബദ്ർ ദിനത്തിൽ മസ്ജിദുകളും മതസ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് നടക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ സംഭവ ബഹുലമായ നിമിഷങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് റമളാൻ 17. അധർമ്മത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച ബദരീങ്ങളെ ലോകമെങ്ങും സ്മരിക്കാനിരിക്കുകയാണ്. വിശുദ്ധ മതത്തിന്റെ നിലനിൽപ്പിനായി പോരാടിയ പ്രവാചക അനുചരന്മാരുടെ ധീരോദത്തമായ കഥകൾ വിശ്വാസികൾക്ക് എന്നും കരുത്തു പകരുന്നതാണ്. അവരുടെ നാമങ്ങൾ ഉരുവിടുന്നത് പോലും ഏറെ പ്രതിഫലാർഹമായിട്ടാണ് വിശ്വാസികൾ കാണുന്നത്. കോഴിക്കോട് മർക്കസി മസ്ജിദിൽ ഇന്ന് രാത്രി 9 നടക്കുന്ന ബദ്ർ അനുസ്മരണ സംഗമത്തിൽ മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിക്കും. ലുക്മാനുൽ ഹക്കീം സഖാഫി പുല്ലാര മുഖ്യ പ്രഭാഷണം നടത്തും. സയ്യിദ് സ്വാലി തുറാബ്, സയ്യിദ് മുഹമ്മദ് ബാഫഖി, സയ്യിദ് അബൂബക്കർ കോയ മദനി, അബ്ദുൽ നാസർ സഖാഫി അമ്പലക്കണ്ടി, അബ്ദുൽ ഖാദർ കിണാശ്ശേരി, അബ്ദുറഹ്മാൻ സഖാഫി മദാക്കര, അബ്ദുസലാം സഖാഫി പുതിയറ തുടങ്ങിയ പ്രമുഖ സയ്യിദന്മാരും പണ്ഡിതന്മാരും സംബന്ധിക്കും. 2.5 വർഷത്തെ കാരാഗ്രഹ ജീവിതത്തിൽ നിന്നും മോചിതനായ ഷമീർ അലി നാടിന്റെ സ്നേഹത്തണലിൽ വിമാനമിറങ്ങി. വീട്ടിലെത്തിയ ഷമീർ അലിക്ക് ഇനിയുള്ളത് ഒരേ ഒരു ആഗ്രഹം മാത്രം. തന്റെ നിരപരാധിത്വം അധികാരികളുടെ മുമ്പിലെത്തിക്കുകയും ജയിൽ മോചനത്തിന് ശ്രമിക്കുകയും ചെയ്ത കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ നേരിൽ കണ്ട് നന്ദി പറയണം. ഒതുക്കുങ്ങൽ തേക്കിൻകാടൻ ഷമീർ അലി കഴിഞ്ഞ ദിവസമാണ് മുംബൈ വഴി നാട്ടിലെത്തിയത്. ദുബൈയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഫാർമസിസ്റ്റായി ജോലി നോക്കുന്നതിനിടെയാണ് ഷമീർ അലി പിടിക്കപ്പെടുന്നത്. സ്ഥിരം കസ്റ്റമറായ UAE സ്വദേശിക്ക് നിരോധിത വിഭാഗത്തിൽപ്പെട്ട മരുന്ന് ഡോക്ടറുടെ കുറിപ്പില്ലാതെ നൽകി എന്നതായിരുന്നു ഷമീർ അലിയുടെ മേൽ ചുമത്തിയിരുന്ന കുറ്റം.
മരുന്ന് കടയിൽ നേരിട്ടെത്തി വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും ഇദ്ദേഹത്തെ സ്വദേശിയുടെ വീട്ടിലേക്ക് വരുത്തി വഞ്ചിക്കുകയായിരുന്നു. 25 വർഷത്തെ ജയിൽവാസമാണ് വിധിച്ചിരുന്നത്. എന്നാൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ടു പോയെങ്കിലും നടപടിക്രമങ്ങൾക്ക് വേഗതയില്ലായിരുന്നു. ഇതുകാരണം 2.5 വർഷം ജയിലിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നു ഷമീർ അലിക്ക്. ഇതിനിടെ ഷമീറിനെ കാണാനായി സഹോദരൻ ഷാനവാസ് ദുബൈയിലെത്തിയപ്പോഴാണ് കാന്തപുരത്തെ ബന്ധപ്പെടാൻ നിർദ്ദേശം ലഭിക്കുന്നത്. ഇതേ തുടർന്ന് 3 മാസം മുമ്പ് പിതാവ് സിദ്ദീഖും മാതാവ് ഫാത്തുമയും കാരന്തൂർ മാർക്കസിലെത്തി കാന്തപുരത്തെ കാണുകയായിരുന്നു. ഒതുക്കുങ്ങൽ OK ഉസ്താദിന്റെ അയൽവാസികളാണെന്നറിഞ്ഞപ്പോൾ പ്രത്യേക താൽപര്യമെടുത്ത കാന്തപുരം റമദാനിലെ പൊതുമാപ്പിൽ ഉൾപ്പെടുത്തുന്നതിന് ശ്രമിക്കാമെന്ന് ബന്ധുക്കൾക്ക് ഉറപ്പു നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹം നടത്തിയ ശ്രമമാണ് തന്റെ മോചനത്തിന് കാരണമായതെന്ന് 30-കാരനായ ഷമീർ അലി പറയുന്നു. ദുബൈ സർക്കാരായിരുന്നു കേസുകൾ നടത്തിയിരുന്നത്. ബന്ധുക്കളും ശ്രമങ്ങൾ നടത്തി. ഒടുവിൽ കാന്തപുരത്തിന്റെ ശ്രമമാണ് ഫലം കണ്ടതെന്ന് പിതാവ് സിദ്ദീഖും പറഞ്ഞു. നാട്ടിലെ SYS പ്രവർത്തകരാണ് കാന്തപുരം ഉസ്താദിനെ കാണാൻ അവസരമൊരുക്കിയത്. വിദേശത്തുള്ള കാന്തപുരം ഉസ്താദ് നാട്ടിലെത്തിയാൽ നേരിട്ട് കാണാനാണ് തീരുമാനം. നേരത്തെ 3 തവണ നാട്ടിലെത്തി ദുബൈയിലേക്ക് തിരിച്ച ഷമീർ അലി ജോലി തുടരുന്നതിനിടെയാണ് വഞ്ചനയിൽപ്പെടുന്നത്. ഒടുവിൽ മോചനത്തിന് വഴി ഒരുക്കിയ നാട്ടിലെത്താനായ സന്തോഷത്തിലാണ് കുടുംബം. UAE-യിൽ RSC പ്രവർത്തകരാണ് ഷമീറിന്റെ മോചനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തത്. ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ IAME ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നടത്തിവരാറുള്ള ഇന്റർനാഷണൽ സ്കോളാസ്റ്റിക് ടാലന്റ് ടെസ്റ്റ് 2015-16 അധ്യയന വർഷത്തിലെ പോസ്റ്റർ പ്രകാശനം സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രൊഫസർ AK അബ്ദുൽ ഹമീദിന് നൽകി നിർവഹിച്ചു. പ്രാസ്ഥാനിക സ്കൂളുകളിൽ എല്ലാവരും മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് വൻ വിജയപ്രദമാക്കണമെന്നും സ്കൂൾ മാനേജ്മെന്റ് ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. VM കോയ മാസ്റ്റർ KK ഷമീം ലക്ഷദ്വീപ് OM തരുവണ തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. 2015 സെപ്റ്റംബർ 30-നാണ് ISTT നടത്തുന്നത്. മർക്കസ് നോളജ് സിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി. സാമൂഹിക രാഷ്ട്രീയ മാധ്യമരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മർക്കസ് നോളജ് സിറ്റി CEO ഡോക്ടർ അബ്ദുസ്സലാം റമദാൻ സന്ദേശ പ്രഭാഷണം നടത്തി. മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി, പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ ശങ്കർ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ആദം മുൽസി, കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ചന്ദ്രിക എഡിറ്റർ TP ചെറുപ്പ, സിറാജ് എഡിറ്റർ TK അബ്ദുൽ ഗഫൂർ തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. തുവ്വക്കുന്ന് SYS SSF സംഘടിപ്പിക്കുന്ന ബദർ സ്മൃതി ദിക്ർ ഹൽക്കയും ഇഫ്താർ സംഗമവും ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4 മണിക്ക് തുവ്വക്കുന്ന് സിറാജുൽ ഹുദയിൽ നടക്കുന്ന പരിപാടിക്ക് സയ്യിദ് ഫസൽ സീദി അൽ ജിഫ്രി കൊണ്ടോട്ടി നേതൃത്വം നൽകും. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് 2015 ജൂൺ 6, 7 തീയതികളിൽ അഖിലേന്ത്യാ തലത്തിലും വിദേശ രാജ്യങ്ങളിലുമായി നടത്തിയ 5, 7, 10, 12 ക്ലാസുകളിലെ പൊതുപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 5ാം തരത്തിൽ 89%, 7ാം തരത്തിൽ 94.74%, 10ാം തരത്തിൽ 97.86%, പ്ലസ് 2 ക്ലാസ്സിൽ 99.25% വിദ്യാർത്ഥികളും വിജയികളായി. 5ാം ക്ലാസ്സിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് റേഞ്ചിൽ കരിയത്തുംജാൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിലെ ആയിഷത്തുൽ റിൻഷ 1ാം റാങ്കും, മലപ്പുറം ജില്ലയിലെ വേങ്ങര റേഞ്ചിൽ വലിയോറ അടക്കാപ്പുര അൽ മദ്രസത്തു സുന്നിയയിലെ മുഹമ്മദ് ബിഷറവി 2ാം റാങ്കും, മലപ്പുറം ജില്ലയിലെ മോങ്ങം റേഞ്ചിൽ കളത്തിപ്പറമ്പ് ദാറുൽ സുന്നി മദ്രസയിലെ ഫവാസ് C 3ാം റാങ്കും നേടി. 7ാം ക്ലാസ്സിൽ മലപ്പുറം ജില്ലയിലെ ഊരകം റേഞ്ചിൽ നെല്ലിപ്പറമ്പ് മദാറുൽ ഉലൂം മദ്രസയിലെ ഫിദ ഷഹനാസ് 1ാം റാങ്ക് നേടി. 10ാം തരത്തിൽ മലപ്പുറം ജില്ലയിലെ എടരിക്കോട് റേഞ്ചിൽ ക്ലാരി സൌത്ത് അൽ മദ്രസത്തുൽ ഗൗസിയത്തു സുന്നിയയിലെ ഷാക്കിറാപ്പി 1ാം റാങ്ക് നേടി. ഹയർ സെക്കൻഡറി പ്ലസ് 2 ക്ലാസ്സിൽ മലപ്പുറം ജില്ലയിലെ ഒളവട്ടൂർ റേഞ്ചിൽ തോണിക്കല്ലുപാറ അഷ്അരിയ സുന്നി മദ്രസയിലെ ഖാസിമ സുറൂറ 1ാം റാങ്ക് നേടി. റാങ്ക് ജേതാക്കളെയും മുഅല്ലിംകളെയും മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികളെയും സുന്നി വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി ചിത്താരി KP ഹംസ മുസ്ലിയാർ, പരീക്ഷാ വിഭാഗം ചെയർമാൻ PK അബൂബക്കർ മൗലവി തളിപ്പറമ്പ്, ബോർഡ് സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ് എന്നിവർ പ്രത്യേകം അഭിനന്ദിച്ചു. ജൂൺ 14, 15, 16 തീയതികളിൽ കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ക്യാമ്പുകളിലാണ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത്. മലപ്പുറം സ്വലാത്ത് നഗർ മഅദിൻ സഖാഫത്തുൽ ഇസ്ലാമിയ ക്യാമ്പസിലാണ് കേരളത്തിലെ വാല്യുവേഷൻ ക്യാമ്പ് നടന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ മാർക്ക് ലിസ്റ്റുകൾ തപാൽ വഴി അയച്ചു. ബാക്കിയുള്ള മാർക്ക് ലിസ്റ്റുകൾ പൊതുപരീക്ഷാ ഡിവിഷൻ കേന്ദ്രങ്ങളിൽ വെച്ച് നാളെ രാവിലെ 10 മണി മുതൽ 12 മണി വരെ വിതരണം ചെയ്യും. പരീക്ഷണഫലം www.samasta.in എന്ന വെബ്സൈറ്റിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ ലഭ്യമാണ്.
പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ ജൂലൈ 10 മുതൽ ഓഗസ്റ്റ് 1 വരെ പേപ്പർ 1-ന് 25 രൂപ ഫീസ് സഹിതം വിദ്യാഭ്യാസ ബോർഡ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. റമദാൻ അവധി കഴിഞ്ഞ് ശവ്വാൽ 9-ന് മദ്രസകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണെന്ന് വിദ്യാഭ്യാസ ബോർഡ് ഓഫീസിൽ നിന്ന് അറിയിച്ചു. കണ്ണംപറമ്പ് മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബദർ അനുസ്മരണവും പ്രഭാഷണവും ഇന്ന് തറാവീഹിന് ശേഷം കണ്ണംപറമ്പ് ജുമാ മസ്ജിദിൽ നടക്കും. ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ ബദർ അനുസ്മരണ പ്രഭാഷണം നടത്തും. മലയമ്മ അബ്ദുള്ള സഖാഫി ദുആ മജ്ലിസിന് നേതൃത്വം നൽകും. തത്സമയം KMICയിൽ സംപ്രേഷണം ചെയ്യുമെന്ന് മുജീബ് CMR അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 20% +1 സീറ്റ് വർദ്ധിപ്പിക്കുന്നു. പരമാവധി 61,110 സീറ്റാണ് കൂട്ടുന്നത്. പശുക്കളെ കൊല്ലുന്നത് ഹിന്ദു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിന് തുല്യം RSS. നായക്ക് ആധാർ കാർഡ്, സൂപ്പർവൈസറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാഠപുസ്തക വിതരണം വീണ്ടും വൈകും. അച്ചടി ആഗസ്റ്റിൽ പൂർത്തിയാകും. KBPS. ചെറിയ പെരുന്നാൾ ഒരുക്കം. വസ്ത്രവിപണി സജീവമായി. തടവറയിൽ നിന്ന് കുടുംബത്തിന്റെ സ്നേഹത്തണലിലേക്ക് ഷമീർ അലിക്ക് ഇനി കാന്തപുരം ഉസ്താദിനെ കണ്ട് നന്ദി പറയണം. സമസ്ത സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസ പൊതുപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിജയം 95.25%. മർക്കസ് നോളജ് സിറ്റി പാർപ്പിട പദ്ധതിക്കെതിരെ സ്റ്റേ ആവശ്യം ഹരിത ട്രിബ്യൂണൽ തള്ളി. വിശ്വാസികൾ ബദർ സ്മരണയിൽ. കോഴിക്കോട് മർക്കസി മസ്ജിദിൽ ബദർ അനുസ്മരണം ഇന്ന്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30-ന്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMICnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com, sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.